ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം, പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ബോർഡ്, നമ്മളൊക്കെ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ, ഞാൻ ചില വീടുകൾ കണ്ടിട്ടുണ്ട്, ഈ സ്കൂളിലൊക്കെ പോലെ എഴുതുന്ന ബോർഡ്, ആ ബോർഡ് വീട്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലം സ്ഥാപിച്ചു എല്ലാ ദിവസവും ഒരു വചനം ആ ബോർഡിൽ എഴുതിയിടും. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മുറിയിൽ ഒരു ബോർഡ്, ആ ബോർഡിൽ ഒരു വചനം, എന്നിട്ട് ഇന്നത്തെ അനുദിന വിശുദ്ധർ, ഇതൊക്കെ എഴുതി വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, ഇതെന്താ അച്ഛൻ? ഞങ്ങളുടെ വീട്ടിലൊരു പതിവാണ്, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഈ കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെ ഓരോ ഡ്യൂട്ടിയാണ്. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു വചനം, എന്നിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരും ആ വചനം വായിക്കും. കാരണം ആ വീട്ടിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന സ്ഥലത്ത് ഈ വചനം തൂക്കിയിട്ടിരിക്കുക. അപ്പൊ എല്ലാവരും ഈ വചനം, ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ വചനം കാണും. അപ്പൊ ഈ വചനം പഠിക്കും. ഇന്നത്തെ വിശുദ്ധർ, അനുദിന വിശുദ്ധർ, വിശുദ്ധന്റെ പേര്. അപ്പൊ അങ്ങനെ വിശുദ്ധരോട് പരിചയം. അപ്പൊ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു വചനം എഴുതി പഠിക്കണം. ഒത്തിരി കേൾക്കുന്നവരാണ്, കേട്ടോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വചനമൊക്കെ എഴുതി പഠിക്കണം. വചനം എഴുതുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് അത് പ്രവേശിക്കാൻ തുടങ്ങും. ഈ വചനം നമുക്ക് സ്വന്തമാക്കണം. വചനമുണ്ടെങ്കിൽ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനായ ദാവീദ് ഒരു നല്ല വചനം പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 107 വചനം 20. നമുക്കറിയാവുന്നൊരു വചനമാണല്ലോ, ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 107 വേഴ്സ് 20. സങ്കീർത്തനം 107 അതിന്റെ 20 വചനം വായിച്ചേ. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. കണ്ടോ, വചനമയച്ച്, വചനം വായിക്കുന്നതനുസരിച്ച്, വചനം കേൾക്കുന്നതനുസരിച്ച്, വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് സൗഖ്യം ലഭിക്കും. കാരണം വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. ഒരു വചനം വായിച്ചോ, പ്രഭാഷകന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 15 തിരുവചനം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 42 42 അധ്യായം അതിന്റെ 15 തിരുവചനം. 42 അതിന്റെ 15 തിരുവചനം. ഞാൻ ഇപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കണ്ടോ, കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ട മേഖലകൾ വചനം വഴി നിർവഹിക്കപ്പെടും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളെ സുന്ദരമായ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വളരെ പരിചയമുള്ളൊരു വചനഭാഗമാണ് നിയമാവർത്തന പുസ്തകം 28 അധ്യായം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നിയമാവർത്തന പുസ്തകം 28 അധ്യായം അതിൻ്റെ 2 തിരുവചനം ഇങ്ങനെയാണ്: അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. 3 തിരുവചനം തൊട്ട് ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞോണേ: നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ തന്റെ വിശുദ്ധ ജനമായി ഉയർത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവ് നമ്മുടെ മുമ്പിൽ കൃത്യമായി അനേക വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ നമ്മുടെ ഭാവി ജീവിതം, നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതി ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്.
ആമേൻ. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, തീർച്ചയായും എൻ്റെ ജീവിതം, ഈ ജീവിതത്തിന് കർത്താവ് പറയുന്നു ഇതിനൊരു ഭാവിയുണ്ട്, ഒരിക്കലും ഭംഗം നേരിടുകയില്ല, ഒരു തടസ്സവും ഉണ്ടാവില്ല. നിന്റെ ഉള്ളിലുള്ള നിയോഗങ്ങൾ മനസ്സിൽ ഓർക്കുക. നാളുകളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന അനേക നിയോഗങ്ങൾ ഉള്ളിലുണ്ടല്ലോ, അത് സമർപ്പിക്കുക. ദൈവമേ, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം തടസ്സം നേരിടുകയില്ല. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം തടസ്സം നേരിടുകയില്ല. കർത്താവേ, ഇതിന്നിൽ സംഭവിക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈ ആരാധന സമയത്ത് കർത്താവേ, ഈ വചനങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ സംഭവിക്കട്ടെ. അവിടുത്തെ പ്രവർത്തികൾ വെളിപ്പെടുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ്. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി കരങ്ങൾ വീശി പാടാം. ആരാധന മാലാഖമാരോട് ചേർന്ന്, ആരാധന വിശുദ്ധരോട് ചേർന്ന്, ആരാധന അങ്ങേക്കാരാധന. പഠിക്കേ. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ പങ്കെടുക്കുന്നത് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന ആരാധന സമയമാണ്. നമ്മൾ കേട്ട വചനങ്ങൾ, ഇന്നോളം വായിച്ചിട്ടുള്ളതും പങ്കെടുത്തതുമായിട്ടുള്ള അനേക ശുശ്രൂഷകളുടെ അഭിഷേകം വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷ സമയത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി സ്വീകരിക്കുക. ഈശോ നിന്നോട് കൃത്യമായി പറയുന്നു, surely there is a future and your hope will not be cut off. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷ ഒരിക്കലും ഭംഗം നേരിടുകയില്ല. ഓരോ വ്യക്തിയും ഇത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. പ്രത്യേകിച്ച് ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് നമുക്കൊത്തിരി സ്വപ്നങ്ങളുണ്ട്,
പ്രതീക്ഷകളുണ്ട്. വചനം നൽകുന്ന വാഗ്ദാനം, ആ പ്രതീക്ഷ ഒരിക്കലും അസ്ഥാനത്താവുകയില്ല, തടസ്സം നേരിടുകയില്ല. എങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലകൾ മുഴുവൻ നിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നീ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് കടന്നു പോകുന്ന തടസ്സങ്ങൾ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഓരോ മേഖലകളും, ഓ കർത്താവേ, അങ്ങ് അനുവദിച്ചതാണെന്നും അതിലൂടെ എൻ്റെ ജീവിതത്തെ അങ്ങ് വിശുദ്ധീകരിക്കുകയാണെന്നും കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തിയും ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവെ, വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. ചീട്ട് കൊട്ടാരം പോലെ പലപ്പോഴും പലതും തകർന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ നിരാശ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വലിയ ഭാരം ഉണ്ടായിട്ടുണ്ട്. ആ ഭാരങ്ങൾ, തകർച്ചകൾ എന്താണോ അത് ഈ ശുശ്രൂഷ സമയത്ത് സമർപ്പിക്കുക. ഒത്തിരി പ്രതീക്ഷകളോടുകൂടെ കുടുംബജീവിതം ആരംഭിച്ചവരിവിടെയുണ്ട്. എന്നാൽ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളിൽ പെട്ട് ഞാൻ കഴിയുകയാണ്, എന്തു ചെയ്യും? മക്കൾ വളരുന്നതനുസരിച്ച് അവരെക്കുറിച്ചുള്ള ആകാംക്ഷയും ഭാരവും വളരുന്ന അനേക മാതാപിതാക്കളുണ്ട്. കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ, കുഞ്ഞുങ്ങളായിരുന്നപ്പോഴുണ്ടായിരുന്ന നിർമ്മലത മാറി, പള്ളിയോടും പ്രാർത്ഥനയോടുമൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ മാറി. ഇന്ന് അവർ തോന്നിവാസം പോകുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനേക മാതാപിതാക്കളുണ്ട്. എൻ്റെ മാതാപിതാക്കളെ, മക്കളുടെ ഭാവി ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മൾ ആരും തീരുമാനിക്കാനല്ല, മറിച്ച് ദൈവം ആ മക്കളുടെ ഭാവിയിൽ ഇടപെടട്ടെ. നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ്. ഷുവർലി there is a future and your hope will not be cut off. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. മക്കളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുക്കണം. എൻ്റെ മകനെ കുറിച്ച് കർത്താവിനൊരു ഭാവിയുണ്ട്, എൻ്റെ മകളെക്കുറിച്ച് കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്. ഒരിക്കലും തടസ്സം നേരിടുകയില്ല. ചില തടസ്സങ്ങൾ നിങ്ങൾക്കുണ്ടായി, എന്നാൽ അത് നിങ്ങളെ ഒരിക്കലും നാശത്തിലോട്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത് വിശുദ്ധീകരണത്തിനാണ് തിരിച്ചറിയുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നീ വിശ്വസിക്കുകയാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ അതൊരനുഗ്രഹമായിട്ട് മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിയോഗങ്ങളും തകർക്കപ്പെട്ട, ഒറ്റപ്പെട്ട, അവഗണനയുടെ അവസ്ഥകൾ, ഓരോ മേഖലകളും ദൈവത്തിനു മുമ്പിൽ അത് ഉയർത്തിപ്പിടിച്ച്, കർത്താവെ, ഈ തകർക്കപ്പെട്ടതിനെല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന അങ്ങയുടെ കൃപയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദുരന്തങ്ങളും കർത്താവ് പലതരത്തിൽ നമ്മളെ ബലപ്പെടുത്താൻ നൽകപ്പെട്ട ചില അനുഭവങ്ങളാണ് തിരിച്ചറിയുക. ഓരോ ദുരന്തങ്ങളും അതിജീവനത്തിൻ്റെ അനുഭവങ്ങളാണ്. നിനക്കുണ്ടായ സങ്കടം, നിനക്കുണ്ടായ വേദന, നിനക്കുണ്ടായ പാപവഴികൾ, ഇനി ചെയ്യില്ല എന്ന് പലതവണ തീരുമാനിച്ചിട്ടും ചെയ്തു പോയ ചില പാപങ്ങൾ, ചില തെറ്റായ അനുഭവങ്ങൾ, ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അതെല്ലാം ദൈവത്തിന് മുമ്പിൽ കർത്താവെ സമർപ്പിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ആരാധിച്ച് നന്ദി പറഞ്ഞൊന്ന് സ്തുതിച്ച് എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരെ, നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവമേ എന്ന് പറഞ്ഞെന്ന് വിളിച്ചേ, ആരാധന പറഞ്ഞെന്ന് സ്തുതിച്ചേ. എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. സ്തുതിക്കട്ടെ. ദൈവമേ, അത്ഭുതകരമായ കൃപ എന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെടട്ടെ. തകർച്ചകൾ മാറട്ടെ, കൃപകൾ നിറയട്ടെ. ഈശോയെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ, നന്നായിട്ട് സ്തുതിക്കട്ടെ. പോരാ, നന്നായിട്ട് സ്തുതിക്കട്ടെ. ദൈവമേ, ആരാധന. സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിടെ അതിശക്തമായിട്ട് ഇടപെടട്ടെ. കൈയടിച്ചേ. ആമേൻ. നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ. ആമേൻ.
എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. സംഭവിക്കട്ടെ എല്ലാവരുടെ മേലും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. ഇതാ നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെല്ലാം ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കപ്പെടട്ടെ. നഗരത്തിലും വയലിലും നീ അനുഗ്രഹിതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലി കൂട്ടവും ആട്ടിൻ പറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഈശോയേ. ആരാധന 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 ആരാധന. കൈയടിച്ചേ, ഒന്നാട് കൈയടിച്ച പോരാ, വിശ്വസിച്ച് കൈയടിക്കട്ടെ. യെസ്, ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കും. വിശ്വസിച്ച് പാടിക്കേ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നും മുടങ്ങുകയില്ല. എന്റെ വീട്ടിൽ, എന്റെ കുടുംബത്തിൽ അടുക്കള അനുഗ്രഹിക്കപ്പെടും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിശ്ചയം പ്രാപിച്ചിടും ഞാൻ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 7 മുതലുള്ള വചനം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്നെ അനുഗ്രഹിക്കും. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയേ വിളിക്കട്ടെ 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 വിളിക്കട്ടെ. കൈയടിച്ചേ, നന്നാട് കൈയടിച്ചേ. കർത്താവെ, സംഭവിക്കട്ടെ. ഇതെന്റെ കുടുംബത്തിൽ സംഭവിക്കട്ടെ, എന്റെ വ്യക്തിബന്ധങ്ങളിൽ സംഭവിക്കട്ടെ. ആമേൻ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്റെ ദൈവത്താൽ പഠിക്കേ. ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും. ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. ആമേൻ. ചിന്ന ഭിന്നമാകും. ആമേൻ ആമേൻ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ. യെസ്. എൻ ശരീരവും അനുഗ്രഹം. എന്റെ ആരോഗ്യം ദൈവദാനമാണ്. എന്റെ ശരീരം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. ആമേൻ ആമേൻ. പോലെ ഞാൻ ചെയ്യും. ഓ ദൈവമേ, സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും ഈ അഭിഷേകം വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവജനമേ, കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പുതിയ കൃപ കൊണ്ട് നയിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങളുടെ
നമ്മുടെ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാ കൃപകളും ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ കൂപ്പിക്കേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 23:18. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഒരു കാരണവശാലും ഒരു തടസ്സവും നിന്റെ സ്വപ്നം, നിന്റെ പ്രതീക്ഷ, നിന്റെ നിയോഗത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ഓരോ വ്യക്തിയും ഇത് വിശ്വസിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, വർഷങ്ങൾക്ക് മുമ്പ് ജോഷുവയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഈ സമയം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം, മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ കൃഷി സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴികളിൽ, നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു തിന്മയുണ്ടോ, ആ തിന്മയെ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് ആ തിന്മയുടെ മേഖലകളെ സമർപ്പിക്കുന്നു. ഒരു കാരണവശാലും ഈ തിന്മ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും തുടരുത്. കർത്താവേ, നിന്റെ ശക്തി ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് ആ തിന്മയിരിക്കുന്ന മേഖലകളിലേക്ക് കടന്നു ചെന്ന് ആ തിന്മയെ നിർവീര്യമാക്കണമേ. യേശുവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയ്ക്ക് മേൽ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ, നിർവീര്യമാകട്ടെ, നിർവീര്യമാകട്ടെ. ഇത് 2-ാമത്തെ വാഗ്ദാനം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഓരോ വ്യക്തിയും വിശ്വസിച്ചത് ഏറ്റെടുക്കുക. കർത്താവെ, ഞാനിതാ വിശ്വസിക്കുന്നു. പലർക്കും നമ്മളെ കരയിപ്പിക്കാം, അവഗണിക്കാം, ഒറ്റപ്പെടുത്താം, കഴിവില്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്താം. പക്ഷേ നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കർത്താവെ, ഞാൻ പല സ്ഥലങ്ങളിലും തോറ്റിട്ടുണ്ട്. എന്നാൽ ഇതാ ഈ അൾത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരിക്കലും തോൽക്കില്ല കർത്താവെ, ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഇതാ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം പറയുന്നു, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. വിശ്വസിക്കുക. ആരെങ്കിലും ചിന്തിക്കുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് കഴിവില്ല, ഗുണമില്ല, എനിക്ക് ആൾബലമില്ല, എനിക്ക് കുടുംബ പാരമ്പര്യമില്ല, എൻ്റെ കൂടെ നിൽക്കാൻ ആൾക്കൂട്ടമില്ല, അധികാരമില്ല. നീ വിഷമിക്കരുത്. നിന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ദൈവം നിന്നെ കൈവിടുകയില്ല, ദൈവം നിന്നെ കൈവിടുകയില്ല. നീ വിശ്വസിച്ചത് ഏറ്റെടുക്കുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നീ ഒരിക്കലും പരാജിതനല്ല, നീ വിജയം വരിക്കും. ആരെങ്കിലും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ തൊടുന്നതെല്ലാം പരാജയമാണ്, ഞാനൊരു ടോട്ടൽ ഫെയിലിയറാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മെച്ചപ്പെടുകയല്ലേ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ നീ ഇത് ഉള്ളിനോട് പറയണം, നിന്നോട് തന്നെ പറയണം, എൻ്റെ പ്രവർത്തികളിലെല്ലാം ഞാൻ വിജയം വരിക്കും. കർത്താവേ, അത് സംഭവിക്കട്ടെ, ഞാൻ വിജയം വരിക്കും. ഇതാ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന അതിശക്തമായ വാഗ്ദാനം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഇത് സംഭവിക്കട്ടെ. നീ പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. വിശ്വസിക്കൂ. കർത്താവ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വാഗ്ദാനങ്ങൾ അനേകരുടെ ഉള്ളിൽ സംഭവിക്കപ്പെടുകയാണ്. ചില വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. കർത്താവ് പറയുന്നു, നീ ഭാരപ്പെടേണ്ട. ഒരു ജോലി മേഖലയിൽ ടെർമിനേഷൻ ലെറ്റർ കിട്ടി, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആ കുടുംബത്തോട് കർത്താവ് പറയുന്നു, നിന്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം ഒരിക്കലും തടയപ്പെടുകയില്ല. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും.
കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ വിശ്വസിച്ചത് ഏറ്റെടുക്കൂ. നിന്റെ കരം പിടിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. കർത്താവിൻ്റെ കാരുണ്യം നിന്റെ മേൽ ഒഴുകുന്നു. യേശു നിന്നിൽ പ്രവർത്തിക്കുന്നു. തലമുടി കൊഴിയുന്ന അലർജി രോഗമുള്ള മറ്റൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ കാരുണ്യം നിന്നിൽ ഒഴുകുന്നു. വിവാഹം പലതാളുകളായി ചർച്ചകളായി ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഭാരമുള്ള സഹോദര, കർത്താവ് നിനക്ക് വേണ്ടി ഒരു ജീവിത പങ്കാളി ക്രമീകരിക്കുന്നു. വിശ്വസിച്ചത് ഏറ്റെടുക്കുക. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓരോ വ്യക്തിക്കും കിട്ടുന്ന കൃപ അത് ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ചോണം. നിന്റെ കുടുംബത്തോടാണ് കർത്താവ് പറയുന്നത്. കൃപ സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തിയിലും കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ജോഷുവയുടെ പുസ്തകം 1:8, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ സമയത്ത് ഈശോയുടെ സാന്നിധ്യം ആശീർവാദമായിട്ട് ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവ് ഇത് അനുഭവിക്കട്ടെ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ കാരുണ്യം. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം, തടസ്സം നേരിടുകയില്ല. ആമേൻ. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, 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 അങ്ങേയ്ക്കാരാധന. ആരാധന, അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.